ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലേട്ടന്റെ പുതിയ പടമായിട്ടുള്ള തുടരും കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഓക്കെ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിന്റെ നെഗറ്റീവ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഫസ്റ്റ് നെഗറ്റീവ്, ഇതിന്റെ നെഗറ്റീവ് എങ്ങാണോ എഴുതുമെങ്കിലും അവന്മാര് വന്നിരുന്ന് പറഞ്ഞ പണ്ട് കോക്ക് പറഞ്ഞതിന് വിട്ട് കവളം മെഡൽ വെട്ടി അവന്റെ തലമണ്ടക്കടിക്കണം. അതിനെ വടിയെ പണി വെച്ചിരിക്കുന്നത് ഹെവി മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു മക്കളെ, രോമം എണീറ്റ് ഇത് ഡാൻസ് കളിക്കും. കിടിലം സാധനം. എമ്പുരാണ് നമ്മൾ അടിക്കാൻ മറന്നുപോയ കയ്യടി മൊത്തം ഇവിടെ ഒറ്റയ്ക്ക് അടിച്ച് തീർത്തിട്ടുണ്ട്. അമ്മാതിരി സാധനം, ഒന്നും പറയാനില്ല. കിടിലം പടം. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടില്ല, മാരക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് ഓരോ ഷോട്ട്, ഓരോ പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള കുറെ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. സത്യം പറയാൻ ഞെട്ടിപ്പോവും പല സ്ഥലങ്ങളിലും. നമ്മൾ ഓർക്കത്തില്ല ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. ഹെവി തിയേറ്റർ എക്സ്പീരിയൻസ്. ഇത് വൺ ആൻഡ് ഉള്ളി ലാലേട്ടൻ മൂവിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് വൺ മാൻ ഷോ ആണ്, പക്ക വൺ മാൻ ഷോ. ഇതിനകത്ത് വേറെ കട്ടയ്ക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു വില്ലൻ ഉണ്ട്. അങ്ങേരും ലാലേട്ടനും കൂടെ എന്റെ പൊന്നെ ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് ഇത്രയും മനസ്സ് സംതൃപ്തിയോടെ ലാലേട്ടന്റെ ഒരു മൂവി കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അത്രയ്ക്ക് എക്സൈറ്റ്മെന്റോട് കൂടി എന്റെ കയ്യിൽ രോമൊക്കെ എണീറ്റ് നിൽക്കുന്നുണ്ട്. സീരിയസ്ലി സത്യമായിട്ട് രോമാഞ്ചം വന്ന് അതാണ്ട് ഇപ്പോഴും രോമാഞ്ചം പോയിട്ടില്ല. കാണിക്കുന്നത് ഇങ്ങനെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? സൂം ആവുന്നില്ല. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ലാലേട്ടൻ, പിന്നെ ബിനു പപ്പു, പിന്നെ മെയിൻ ഒരു വില്ലൻ ചേട്ടന്റെ പേര് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ വേറൊരു സിനിമയിലും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മനുഷ്യ നമിച്ച് ലാലേട്ടന്റെ ഒക്കെ കൂടെ കട്ടക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവല് സാധനം. സോ ഇതിനകത്ത് സസ്പെൻസും വാങ്ങാണ്ടി തേങ്ങാണ്ടി ഒന്നുമില്ല. നിങ്ങൾക്ക് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഒരു രീതിയിൽ ഇരുന്നങ്ങ് കാണാം. ആ രീതിയിലാണ് ഈ സാധനം പടച്ചു വിട്ടേക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഇത് വേറൊരു രീതിയിലോട്ട്, വേറൊരു തലത്തിലോട്ട് സാധനത്തിനെ ഇത് കൊണ്ടുപോയി ഇന്റർവെല്ലിൽ നിർത്തുന്ന തന്നെ. ആ ഒരു ഇന്റർവെല്ലിനാണ് ഇതിന്റെ ടൈറ്റിൽ കാർഡിൽ കാണിക്കുക, തുടരും എന്ന് എഴുതി കാണിക്കും. പിന്നെ മെയിൻ കഥാപാത്രമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ശോഭന, ലാലേട്ടൻ ശോഭന കെമിസ്ട്രി പഴയതുപോലെ തന്നെ ഇതിനകത്ത് കിടിലമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ബട്ട് പുള്ളിക്കാരത്തേക്ക് അധികം ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം ചില നോട്ടത്തിലൂടെയും ചില ഡയലോഗ്സിലൂടെയൊക്കെ അത് മതി. എന്താണ് ശോഭന എന്ന് പറയുന്ന ഒരു ആക്ട്രസ് നമുക്ക് മനസ്സിലാക്കി തരാം. ഇപ്പോഴും ഒരു കുഴപ്പം പറ്റിയിട്ടില്ലെന്ന് പുള്ളിക്കാരത്തെ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സിനിമയിലോട്ട് വരുവാണെങ്കിൽ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടൻ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഒരു ആനയെ കാണിച്ചിട്ടാണ് എഴുതി കാണിക്കുന്നത്. ഒരു ഒറ്റ ആന ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചിട്ടാണ് സൈഡിൽ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി കാണിക്കുന്നതെന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ശ്രദ്ധിച്ചോ ആ ഒരു മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്ന പടം നിങ്ങൾ കാണാൻ പോകുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഈ ടൈറ്റിൽ കാർഡ് വരുന്നത്. ഭയങ്കര നൊസ്റ്റാൾജി തരുന്ന കുറെ പിക്കൊക്കെ വെച്ചുണ്ടാക്കിയതായിരിക്കും. ഭയങ്കര നൊസ്റ്റാൾജി തരുന്ന ഒരു ടൈറ്റിൽ കാർഡ്. ഭയങ്കര രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. പിന്നെ ഒരുപാട് നല്ല കോമഡീസ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. പ്രത്യേകിച്ച് നല്ല ഫസ്റ്റ് ഹാഫിൽ മാത്രമേ ഉള്ളൂ കോമഡീസ്. കാര്യം ഇന്നത്തെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറെ കോമഡി ഉണ്ട്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ സിഗരറ്റ് വലിക്കുവാണെങ്കിൽ അച്ഛന്മാര് കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ വഴക്കു പറയുമായിരിക്കും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ സിഗരറ്റ് വലിക്കുവാണോ, വലിച്ചോട്ടെ എന്നുള്ള ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴത്തെ. അതൊക്കെ വെച്ചിട്ടുള്ള നല്ല രീതിയിൽ ഒരു കോമഡി വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് മൊത്തം സെൽഫ് ട്രോളാണ്. സെൽഫ് ട്രോൾ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ ലാലേട്ടനെ ട്രോളിയാണ് ഇതിനകത്ത് മൊത്തം. ലാലേട്ടൻ ട്രോൾ എന്തു, ശോഭന ട്രോൾ എന്തു, മൊത്തം സെൽഫ് ട്രോള്. ലാലേട്ടന്റെ ബിഗ് ബഡ്ജറ്റ് പാളിപ്പോയ കുറെ പടങ്ങളുണ്ടല്ലോ, ഒടിയൻ, അതുപോലെ തന്നെ മരക്കാറ്, പിന്നെ മറ്റേ എന്താണ് നമ്മുടെ മലക്കോട്ട വാലിബൻ. ഇതിനകത്തൊക്കെ ഫേമസ് കുറെ ഡയലോഗ്സ് വെച്ചിട്ടുള്ള സെൽഫ് ട്രോളിന്റെ മേളമാണ് ഈ സിനിമയ്ക്കകത്ത്. ഇതൊന്നും സ്പോയിലേഴ്സ് ഒന്നും അല്ല, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, അതും പോരാഞ്ഞിട്ട് കോക്കിനെ ട്രോൾ തൊട്ട് മൈത്രേനെ ട്രോൾ തൊട്ട് അറിഞ്ഞാൻ പറഞ്ഞ ട്രോൾസ് ആണ് ഫസ്റ്റ് ഹാഫ് ഫുള്ള്. ഡയറക്ടർ ജനങ്ങളുടെ ഒരു പൾസ് അറിഞ്ഞിട്ട് ഇതിനകത്ത് കളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. ഇനി ഡയറക്ടറിലോട്ട് വരാം. തരുൺമൂർത്തി ഇതിനു മുമ്പ് 2 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പറേഷൻ ജാവ, കിടിലം പടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗദി വെള്ളക്കയും ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ 3ാമത്തെ ചിത്രമാണ് ഈ പറയുന്ന തുടരും എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് മാൻ, ബിഗ് താങ്ക്സ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് മലയാളികൾ കാത്തിരുന്ന ഒരു ലാലേട്ടനെ നമുക്ക് സമ്മാനിച്ചത്. അതിന് വലിയൊരു നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ
മതിയാവില്ല. നമ്മൾ എന്താണ് നമുക്ക് നമ്മുടെ മലയാളി ലാലേട്ടൻ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ സിനിമയ്ക്കകത്ത് 100 അല്ലെങ്കിൽ 150% കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നന്ദി പറഞ്ഞേക്കുന്നത്. സീരിയസ്ലി അത് വേറൊരു വൈബാണ്. ലിറ്ററലി തിയേറ്ററിലിരുന്ന് ഞാൻ ഇങ്ങനെ തരിച്ചു പോയി. ഓരോ സാധനങ്ങൾ ഇങ്ങനെ, ഇമോഷൻ ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ഈച്ച് ആൻഡ് എവറി സാധനം അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് മനസ്സിലാവും. ഞാൻ ഈ എക്സൈറ്റ്മെന്റ് പുറത്ത് ചെറുതായിട്ട് എന്തെങ്കിലും സ്പോയിലർ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അതങ്ങോട്ട് കഴിഞ്ഞു വന്ന ഇതിന്റെ മ്യൂസിക് സെക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്ന ജേക്സ് ബിജോയ്, പുള്ളിക്കാരൻ ആസ് യൂഷ്വൽ കിടുക്കി തിമിർത്തു. ഇതെന്താണോ ഈ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് അത് നമുക്ക് അറിയില്ല. ഈ മ്യൂസിക് ഇതിന്റെ കൂടെ പോകുന്നതൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ സിനിമ ഏതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏതാണെന്നൊന്നും വേറിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. കാര്യം ആ ഒരു മൂഡിനകത്തോടെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. ഈ സിനിമയും മ്യൂസിക്കും എല്ലാം കൂടി ഇങ്ങനെ ഒരു പോക്കാണ്. അത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയിട്ട് പോകുന്ന എൻ്റെ പൊന്നെ അടിപൊളി മ്യൂസിക്. അത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും രണ്ടും പുള്ളിയാണ് ചെയ്തേക്കുന്നത്. രണ്ടും ഒരു രക്ഷയില്ല. സീൻ സാധനം. ഇതിനകത്ത് മ്യൂസിക് ഒക്കെ റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരു പാട്ടം കണ്ട് മാത്രമാണോ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സാധനം, ബാക്കിയൊന്നും അത്ര റിപ്പീറ്റ് വാല്യൂ ഉള്ളതൊന്നുമല്ല. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് അത് ഒരു ഏച്ച് കെട്ടിലായിട്ട് ഫീൽ ചെയ്യത്തില്ല. നെക്സ്റ്റ് സെക്ഷൻ സ്റ്റണ്ട് സിൽവയാണ് ഇതിന്റെ ചുരുളമുടി സ്പ്രിങ് മുടിയുള്ള ഒരു അങ്ങേരുണ്ടല്ലോ, അങ്ങനെയാണ് ഇതിന്റെ സ്റ്റണ്ട് ചെയ്തേക്കുന്നത്. ഇങ്ങേര് തന്നെയാണ് ഈ പറയുന്ന എമ്പുരാന്റെ സ്റ്റണ്ട് ചെയ്തേക്കുന്നത്. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ ലാലേട്ടൻ എമ്പുരാനകത്ത് അല്ലെങ്കിൽ അവസാനത്തെ ഫൈറ്റിനകത്തൊക്കെ എന്തുവാ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത്. പക്ഷെ ആ അങ്ങേരാണ് ഇതിനകത്ത് ലാലേട്ടന്റെ ഫൈറ്റ് ചെയ്തതെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ലാലേട്ടനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പല സമയത്ത് നമുക്ക് ഒരു പുലിമുരുകനകത്ത് ഫൈറ്റ് ഒക്കെ പോലെ ഫീൽ ചെയ്യും. കാര്യം ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലെ തോന്നും. പിന്നെ ഇതിനകത്ത് ചില സീൻസിൽ നമുക്ക് ഒരു ദൃശ്യത്തിനകത്ത് പല സീൻസ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയൊക്കെ വരും ഈ ഒരു സാധനത്തിനകത്ത്. സോ ഫൈറ്റും ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിട്ട്. ഞാൻ എമ്പുരാൻ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ലാലേട്ടന് പ്രായമൊക്കെ ആയി, ഇനി ഫൈറ്റ് ഒന്നും ചെയ്യാൻ പുള്ളിക്ക് വയ്യ, എന്തോ പറയാനാ എന്നുള്ള അവസാനത്തെ ആ കോട്ട് ഒക്കെ ഇട്ട് കയ്യിൽ നനക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇടി കണ്ടപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അങ്ങനൊന്നും അല്ല. പുള്ളിക്ക് ഒരു ഗുരുവില്ല, പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഇതങ്ങോട്ട് പോയി കാണണം. നല്ല ജിമിട്ടനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സാധനങ്ങൾ. സോ മൊത്തത്തിൽ എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ പീക്ക് എക്സൈറ്റ്മെന്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. സോ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എനിക്കിനകത്ത് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. എനിക്ക് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. കാര്യം നമ്മൾ കുറേ നാളായിടോ, കുറേ നാളായി ഇങ്ങനെ ഒരു സിനിമ ലാലേട്ടൻ്റെ തിയേറ്ററിൽ പോയി കണ്ടിട്ട്. അത്രയും ഒരു സന്തോഷമുണ്ട് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ. അത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ട്. എൻ്റെ തലയൊക്കെ പെരുക്കുന്നുണ്ട്, കൈയൊക്കെ എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും നല്ലൊരു മൂവി. സോ മസ്റ്റ് വാച്ച്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗൈസ്. സോ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു. താങ്ക് യു ലാലേട്ടാ. അപ്പൊ ശരി ഗൈസ്, ബൈ.